ത്രീ വേസ് ടു സ്റ്റോപ്പ് നെഗറ്റീവ് തോട്ട്സ്. നെഗറ്റീവ് ചിന്തകൾ മറികടക്കാനുള്ള വഴികൾ. നമ്മളുടെ ലൈഫിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് തോട്ട്സ് കയറി വരും. നെഗറ്റീവ് തോട്ട്സിലേക്ക് കൂടുതലായി കയറി പോകുമ്പോഴാണ് വീണ്ടും വീണ്ടും അതേ തോട്ട്സ് കയറി നമ്മുടെ കുറേ സമയം കളയുന്നത്. നമ്മളൊരു ബാറ്ററി എടുത്ത് നോക്കിയാൽ രണ്ട് സൈഡ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഉണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. ബട്ട് വെൻ വി ഫോക്കസ് ടു മച്ച് ഓൺ നെഗറ്റീവ് സൈഡ്, വാട്ട് ഹാപ്പൻസ്? ആങ്സൈറ്റി വിൽ കം, ഡിപ്രഷൻ വിൽ കം, ആൻഡ് വാട്ട് ഓൾ തിങ്സ് want to come, it will appear in our life. അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അപ്പോൾ സ്റ്റോപ്പ് ദ നെഗറ്റീവ് തോട്ട്സ് വെൻ ഇറ്റ് കംസ് ടു സ്റ്റാർട്ട്. അത് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഫസ്റ്റ് ടിപ്പ്, ബിക്കം അവെയർ വെൻ യു ആർ ഫോക്കസിങ് ഓൺ നെഗറ്റീവ് ആൻഡ് മേക്ക് ദ ഡിസിഷൻ ടു ഫോക്കസ് ഓൺ പോസിറ്റീവ് ഇൻസ്റ്റഡ്. നമ്മൾ അവെയർ ആയിരിക്കുക, ദാൻ എനിക്കൊരു നെഗറ്റീവ് തോട്ട് വന്നിട്ടുണ്ട്, ഇപ്പം തന്നെ ഞാൻ ഇതിനെ പോസിറ്റീവിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന അവെയർ ആയിരിക്കുക. അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് തോട്ട് കയറി നമ്മളെ ഭരിക്കില്ല കേട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്പ്, വിത്ത് സെൽഫ് അവെയർനെസ്. നമ്മളപ്പോൾ ഫസ്റ്റ് അവെയറായി, ഇനി ആ സെൽഫ് അവെയർനെസ് കൊണ്ട് യു ക്യാൻ ബിഗിൻ ടു ഐഡൻറ്റിഫൈ വാട്ട്സ് ഹാപ്പനിങ് ആൻഡ് മേക്ക് എ ചോയ്സ് ടു ഷിഫ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഇൻ ദാറ്റ് മൊമെൻറ്റ്. ആ മൊമെൻറ്റിൽ തന്നെ പേഴ്സ്പെക്റ്റീവ് മാറ്റിയാൽ മതി, പ്രശ്നം തീർന്നു. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം പിക്ചർ പെർഫെക്റ്റ് ആവണമെന്നില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. ചിലർ അത് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ടാവും, ചിലർ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ സോ വാട്ട് ഐ വേ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എല്ലാവരെയും അത്രയും സ്നേഹത്തോടുകൂടി അക്നോളജ് ചെയ്യും അല്ലേ. പക്ഷെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ എന്നോട് പറഞ്ഞല്ലോ. ചിലപ്പോൾ ഒരു കവിത പാടിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടൊരു കമൻറ്റ് വരാം, ഈ കവിത ഒട്ടും നന്നായിട്ടില്ല പാടിയതെന്ന്. സോ വാട്ട് ഷുഡ് ഐ റിയാക്ട്? ആദ്യമൊക്കെ വിഷമിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഇത്രയൊക്കെ പാടാൻ പറ്റുള്ളൂ, ഞാൻ മുൻപേ ഒരു ഡിസ്ക്ലെയിമറൊക്കെ പറഞ്ഞിട്ടാണ് പാടാറ്. പക്ഷേ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കമൻറ്റിന് താങ്ക് യു എന്നിട്ട് അത് പിന്നും ചെയ്തു വെച്ചു. കാരണം ഐ ആക്സെപ്റ്റ് ദാറ്റ് കമൻറ്റ്. എന്നാലല്ലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. അത് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് കയറി ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു തടയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് നമ്മളെ അത് കയറി ഭരിക്കില്ല. ഇതെൻ്റെ ഒരു എക്സാമ്പിളാണ്. നിങ്ങളും ഇതുപോലെ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതണേ, നമുക്കൊന്ന് അറിയാലോ. ഇനി മൂന്നാമത്തെ ടിപ്പ് പറഞ്ഞുതരാം. വെൻ യു ഫീൽ സ്ട്രെസ്ഡ്, ആങ്ഷ്യസ് ഓർ സ്റ്റക്ക് ഇൻ നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺസ്, ജസ്റ്റ് പോസ്. ഒന്ന് നിർത്താം, എന്നിട്ട് ചുറ്റുമൊന്ന് കണ്ണോടിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങളെ ലിസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന 5 ശബ്ദങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ 5 സെൻസസ് കൊണ്ട് എന്തൊക്കെ നിങ്ങളുടെ അവെയർനെസ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നു, പെട്ടെന്ന് തന്നെ ക്വിക്ക്ലി ആ നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൗണ്ടിങ് ടെക്നിക്ക്. അപ്പോൾ എളുപ്പത്തിൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് മാറ്റാൻ പറ്റുന്ന 3 ടെക്നിക്ക് പറഞ്ഞില്ലേ, അതിൽ മൂന്നാമത്തെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ മൂഡ് സ്വിച്ച് ആവും. That is, when you're feeling stressed, anxious, or stuck in negative thinking patterns, just pause. Focus on awareness on the world around you with your 5 senses. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് നോക്കിയോളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ മൂഡ് സ്വിഫ്റ്റ്ലി പോസിറ്റീവിലേക്ക് മാറ്റാൻ പറ്റും. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. ഹാവ് എ ഗുഡ് ഡേ, ജിത.